നോമിനേഷൻ കൊടുക്കാതിരുന്നതും പ്രചരണം തുടങ്ങാതിരുന്നതും ഭാഗ്യമായി. അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ നാണക്കേടായേനെ. ഇപ്പൊ വലിയ പരിക്കില്ല. ആ പോസ്റ്റ് അടിച്ച് തുടങ്ങിയില്ലെങ്കിൽ അത് വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഏതോ ഒരു പെണ്ണ് എന്തോ വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് സ്ഥാനാർത്ഥിയെ മാറ്റേണ്ട കാര്യമുണ്ടോ പ്രസിഡന്റ്? അത് പുറത്തു വന്നതോടെ സ്ഥാനാർത്ഥിയുടെ ഇമേജ് അല്ലേ സുശീല തകർന്നു പോയത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അതേ പോസ്റ്റ് ഓൺലൈനിൽ വന്നാൽ ഏതെങ്കിലും ഒരു വോട്ടർ സുശീലയ്ക്ക് വോട്ട് കുത്തുവോ? എന്നെ ചിലര് മനഃപൂർവ്വം ചതിച്ചതാ പ്രസിഡന്റ്. എനിക്ക് പകരം വേറൊരുത്തിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പണിയാ ഇത്. ഇത് ഞാനും പ്രസിഡന്റിനോട് സൂചിപ്പിച്ചു ചേച്ചി. വാസന്തിയുടെ കാര്യമല്ലേ ചേച്ചി ഉദ്ദേശിച്ചത്? ഓ അത് തന്നെ. എല്ലാവരും ഒരേ കുടുംബക്കാരാണല്ലോ. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പതിവാ സുശീലേ. പുതികാല് വെട്ടുന്നവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അതിൽ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥിയാകാൻ പറ്റിയില്ലെങ്കിലും സുശീല പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കണം. പാർട്ടിയോട് എനിക്ക് എന്നും ബഹുമാനം തന്നെയാ പ്രസിഡന്റ്. പാർട്ടിയല്ലല്ലോ എന്നെ ചതിച്ചത്. അങ്ങനെയാണെങ്കിൽ സുശീലയ്ക്ക് പകരം ഒരു സ്ഥാനാർത്ഥിയെ സുശീല തന്നെ പാർട്ടിക്ക് തരണം. ഞാനോ? ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ പ്രസിഡന്റ്? എന്റെ മോളെ അവളുടെ ഭർത്താവ് ഇതിനൊന്നും പറഞ്ഞു വിടില്ല. മരുമകളുണ്ടല്ലോ, അനുപമ. പാർട്ടി ആദ്യം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയ അനുപമ. ജില്ലാ കമ്മിറ്റി വീണ്ടും അതിലേക്ക് വന്നിരിക്കുക. സുശീലയ്ക്ക് പകരം സുശീലയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അത് സുശീലയ്ക്ക് അഭിമാനമല്ലേ? അനുപമ ഒരിക്കലും അത് വേണ്ടെന്ന് വെച്ചതല്ലേ പ്രസിഡന്റ്? ഇനി ഇവളിതിന് തയ്യാറാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസിഡന്റ് തന്നെ ചോദിച്ചു നോക്ക്. എന്താ ഇന്ദ്ര, ഇത്തവണ അനുപമയൊന്ന് മത്സരിപ്പിച്ചുകൂടെ? അത് ഞാൻ എന്ത് പറയാനാണ് സാർ? അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചതല്ലേ സാർ? ആദ്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തയ്യാറായ അത് പല തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് സാറിന് നിർബന്ധിക്കരുത്. സാർ, പ്രവർത്തകരിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കണം. കുറച്ചു ദിവസം പ്രചരണത്തിനൊക്കെ ഞാനും വരാം. ശരി, ഒരാളെ നിർബന്ധിപ്പിച്ച് ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഇത്. എന്തായാലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാന്ന് അനുപമ പറഞ്ഞല്ലോ. നന്ദി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ സുകുമാരി.